കർണാടകയിലെ ഷിരൂരിൽ മലയിടിഞ്ഞു കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 9ാം ദിവസത്തിലേക്ക് കടന്നു. ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലെ ലോഹവസ്തുവിന്റെ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുക. പുഴയിലിറങ്ങിയുള്ള പരിശോധനയും തുടങ്ങി. റേഡിയോ ഫ്രീക്വൻസിയും AI-യും സംയോജിപ്പിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ചാണ് പുഴയുടെ അടിത്തട്ടിൽ തിരയുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലനും സംഘവും ദൌത്യത്തിന്റെ ഭാഗമാകും. മംഗലാപുരത്ത് നിന്നും ഗോവയിൽ നിന്നും പ്രത്യേക ഉപകരണങ്ങൾ എത്തിക്കും. അതിനിടെ അർജുനെ കാണാതായെന്ന് പരാതി ലഭിച്ചയുടൻ തിരച്ചിൽ തുടങ്ങിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ജൂലൈ 19 രാത്രിയാണ് പരാതി ലഭിച്ചത്. 20 രാവിലെ തിരച്ചിൽ തുടങ്ങി. വേഗത്തിൽ അന്ന് മണ്ണ് നീക്കരുതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. വലിയ യന്ത്രങ്ങൾ പ്രവർത്തിച്ചാൽ വൻതോതിൽ മണ്ണിടിയുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഘട്ടം ഘട്ടമായ മണ്ണെടുപ്പ് തുടരാവൂ എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. മലയുടെ ഭാഗത്തെ മണ്ണല്ല, റോഡിന്റെ ഭാഗത്തെ മണ്ണാണ് ആദ്യം നീക്കേണ്ടത് എന്നായിരുന്നു നിർദ്ദേശമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. മണ്ണിടിച്ചിലുണ്ടായാൽ ഉടൻ മണ്ണെടുക്കൽ നിർത്തണമെന്നും അറിയിപ്പുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജൂലൈ 16 അർജുനെ കാണാതായത്. അന്നു തന്നെ പരാതി നൽകിയെന്നാണ് കുടുംബം പറയുന്നത്. അന്ന് രാത്രി തന്നെ പരാതി നൽകി. അവിടെ ഒരു മിസ്സിംഗ് കേസ് 16 ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചത് എന്നും കുടുംബം പറയുന്നു. അതേസമയം ഷിരൂർ ദൌത്യത്തിൽ കർണാടക സർക്കാരിനെതിരെ കേരള NDA സമരത്തിനൊരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് ധർണ നടത്തും. അർജുനെ കണ്ടെത്തുന്നതിൽ അലംഭാവമുണ്ടായെന്നാണ് ആക്ഷേപം. അതിനിടെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മകൻ അർജുനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അമ്മ ഷീല അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായത് എന്നും കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞിരുന്നു. ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായി. കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ല എന്നും അമ്മ പറഞ്ഞു. ടണൽ ദുരന്തത്തിൽ ആളുകൾ പെട്ടപ്പോൾ നടത്തിയതുപോലുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു. അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അഭിമാനത്തോടെയാണ് പട്ടാളത്തെ കണ്ടിരുന്നത്. ആ പ്രതീക്ഷ തെറ്റുകയാണ്. പട്ടാളത്തെ കൊണ്ടുവന്നത് പ്രഹസനമാണ്. ഒരു ഉപകരണങ്ങളും ഇല്ലാതെയാണ് അവർ വന്നത്. വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ തങ്ങളെ ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തുന്ന ഫോട്ടോയും വീഡിയോയും അയച്ചു തന്നു. പിന്നീട് അത് അവർ തന്നെ ഡിലീറ്റ് ചെയ്തു. തുടർന്ന് യാതൊരു ബന്ധവും ഉണ്ടായില്ല എന്നും അമ്മ പറഞ്ഞു. വാഹനത്തിന്റെ മുതലാളിമാരും ഡ്രൈവർമാരും അവിടെയുണ്ട്. അവരെ ഒന്നും തിരച്ചിൽ നടക്കുന്നിടത്തേക്ക് കടത്തിവിടുന്നില്ല. നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ കിട്ടിയത്. എന്നാൽ അതൊന്നുമല്ലാത്ത വേറെ 3 പേരെ കൂടി അവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരെ പോലീസ് ആട്ടിയോടിക്കുകയാണ് ഉണ്ടായത്. സഹനത്തിന്റെ അങ്ങേയറ്റത്തെത്തി. ഇനി ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം പുഴയിൽ നിന്നൊരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കരയിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ കാണാതായ സന്നി ഹനുമന്ത ഗൌഡയുടെ മൃതദേഹമാണ് 4 കിലോമീറ്റർ അകലെ മഞ്ചികുണി ഗ്രാമത്തിൽ നിന്നും ലഭിച്ചത്. 16 രാവിലെ 8:30 ഷിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത്. അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല. ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.